റിമോട്ട് ഇങ്ങത്താ. നീ കുറെ സമയമായില്ലേ ടി വി കാണുന്നു? അമ്പടെ പുളിസോ, തന്നേനെ റിമോട്ട്. ഞാനിപ്പോൾ കാണാനിരുന്നിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും ചേച്ചിക്ക് കാർട്ടൂൺ ഇഷ്ടമില്ലല്ലോ. ചേച്ചി എന്തിനാ പിന്നെ കാണാനിരുന്നത്? ചേച്ചിക്ക് എണീച്ച് പോയിക്കൂടെ? ഹാ, അത് തന്നെയാ പറഞ്ഞത്, നിന്നോട് റിമോട്ട് ഇങ്ങോട്ട് തരാൻ. എനിക്ക് കാർട്ടൂൺ കാണണ്ട, എനിക്ക് സിനിമ കാണണം. ഹാ, സിനിമ കാണണമെങ്കിലേ അച്ഛൻ്റെ ഫോണ് നോക്കിക്കണ്ടോ. റിമോട്ട് ഞാൻ തരത്തില്ല, എനിക്ക് കാർട്ടൂൺ കാണണം. നിന്നോടാ പറഞ്ഞത് റിമോട്ട് ഇങ്ങോട്ട് തരാൻ. ചേച്ചിയോടാ പറഞ്ഞത് റിമോട്ട് തരില്ലാന്ന്. ആഹാ, അത്രയ്ക്കായോ നീ? എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ തല്ല് കൊള്ളണ്ട കേട്ടോ. നിന്നോടാ പറഞ്ഞത് തരാൻ തരാൻ തരാൻ. എടി പൊട്ടി ചേച്ചി, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നിന്നോടാ പറഞ്ഞത് തരത്തില്ല തരത്തില്ല തരത്തില്ലാന്ന്. വേണമെങ്കിൽ പോയിട്ട് ഫോണിൽ നോക്കി കണ്ടോ നീ. വെറുതെ മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നോളൂ. ഹോ, അവളുടെ നാശം പിടിച്ച കാർട്ടൂൺ കാണിച്ചു തരാം നിനക്ക് ഞാൻ. അമ്മ, ഇവളോട് ഈ റിമോട്ട് ഒന്ന് തരാൻ പറയോ? അമ്മ, ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കാർട്ടൂൺ കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് വേണം റിമോട്ട്. അമ്മ, ഇവളെ റിമോട്ട് തന്നിട്ടില്ലെങ്കിൽ ടി വി എന്തായാലും ഞാൻ ഓഫാക്കും കേട്ടോ. ഹാ, തുടങ്ങി തുടങ്ങി. നാശം പിടിച്ച പിള്ളേരെ വഴക്കിടാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, എന്തേ രണ്ടിൻ്റെ സൗണ്ട് കേൾക്കാത്തതെന്ന്. അമ്മ, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അമ്മ വന്നിട്ടൊരു കാര്യമില്ല. എന്തായാലും ഞാൻ റിമോട്ട് കൊടുക്കില്ല. ഹാ, കാണിച്ചു തരാം രണ്ടിനും ഞാൻ. അക്കു, ചിന്നു, ദാ ഈ ഫ്രിഡ്ജിൽ ഒരൊറ്റ കപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ ബാക്കി ഇരിപ്പുണ്ട്. നന്നായി പഠിക്കുന്ന, വഴക്കുണ്ടാക്കാത്ത, അമ്മയെ അനുസരിക്കുന്ന നല്ല മോൾക്ക് മാത്രമേ ഞാൻ ഈ കപ്പ് ഐസ്ക്രീം തരുള്ളൂ കേട്ടോ. ഐസ്ക്രീമോ? ആ, ടി വി ഓഫാക്കിയിട്ട് വേഗം പോയി പഠിക്കാം. ഞാൻ വേഗം പോയി അമ്മയെ സഹായിക്കാം. എന്നാൽ മഴക്കാലമായതിനാൽ റോഡിൽ കുണ്ടും കുഴിയും കൂടി. ഇതിന്നൊക്കെ എപ്പോഴാണാവോ ഒരാശ്വാസം കിട്ടുക? 1 × 1 1, 2 × 2 4, 3 × 2 6. ഇതെന്തൊരത്ഭുതം! 4 × 2 8. ഇവിടെ എന്താ വല്ല മാജിക് സംഭവിച്ചോ? അച്ഛാ, ആ കാലൊന്ന് അങ്ങോട്ട് മാറ്റിയേ. ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അക്കു, നീ തന്നെയാണ് ഈ പറയണത്? അതെ അച്ഛാ, ഇവിടേക്ക് ആകെ അഴുക്ക് പിടിച്ചിരിക്കുക. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ടെൻ × 2 20. അമ്മ, എൻ്റെ ഹോംവർക്ക് മുഴുവൻ കഴിഞ്ഞു. ഞാൻ നല്ല കുട്ടിയായി മുഴുവൻ പഠിച്ചു. അമ്മ, എൻ്റെ തുടപ്പും കഴിഞ്ഞു. ഞാൻ ഈ വീട് മുഴുവൻ വൃത്തിയാക്കി തുടച്ചു. ഇവിടെ കാക്ക മലന്ന് പറക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഹായ്, ഐസ്ക്രീം. ആഹാ, കൊള്ളാലോ. അപ്പൊ 2 പേരും നല്ല കുട്ടിയായ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒട്ടും ദേഷ്യപ്പെടാതെ തല്ലുകൂടാതെ എപ്പോഴും ശാന്തനായി ഇരിക്കുന്നതാരാണ്? അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് ഒട്ടും ദേഷ്യപ്പെടാതിരിക്കുന്നത് അത് നമ്മുടെ അച്ഛനാണ്. ആഹാ, എങ്കിൽ പിന്നെ ഈ ഐസ്ക്രീം നമുക്ക് അച്ഛന് തന്നെ കൊടുക്കാം. കാരണം ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാത്ത ഒരേ ഒരു കുട്ടി ഈ അച്ഛൻ മാത്രമാണ്. നമ്മൾ ചെയ്ത പണികളൊക്കെ വെറുതെ ആയല്ലോ. ചേച്ചി, ഇനി മേലാൽ നമ്മൾ നല്ല കുട്ടികളാവാൻ ശ്രമിക്കരുത്. ഐസ്ക്രീം അച്ഛൻ കൊണ്ടുപോകും. ഇനി മേലാലേ 2 പേരും കൂടെ വഴക്കുണ്ടാക്കരുത് കേട്ടോ.